അവൻ ഗോൾ ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1930. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. ആലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ വിയോഗത്തിൽ തേങ്ങി മാട്ടൂൽ ഗ്രാമവാസികൾ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ MBBS 1ാം വർഷ വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരണപ്പെട്ട മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കത്തിൽ. ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുന്ന മഹോത്സവം വിജയിപ്പിക്കാനുള്ള കൂട്ടായ ശ്രമത്തിലാണ് നാട്ടുകാരും സംഘാടക സമിതിയും. കാട്ടുപന്നി ശല്യത്തോടൊപ്പം അപ്രതീക്ഷിതമായി എത്തിയ കാറ്റും മഴയും. കാർഷിക വിളകൾക്ക് കനത്ത നാശം നേരിട്ട് മലയോര കർഷകർ. ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരള BRC മാടായിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മാട്ടൂൽ സ്വദേശിയും മാട്ടൂൽ നോർത്തിലെ CM അബ്ദുൾ ജബ്ബാറിന്റെയും മുട്ടത്തെ SLP ഫസീലയുടെയും മകൻ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറാണ് മരിച്ചത്. മൃതദേഹം രാത്രിയോടെ മാട്ടൂലിലെ വീട്ടിലെത്തിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ MBBS 1ാം വർഷ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. KSRTC ബസ്സും വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര കാറും ആലപ്പുഴ കളർക്കോട് ദേശീയപാതയിൽ വെച്ച് കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ 5 പേർ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾ പഠിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ പൊതുദർശനത്തിന് വെച്ചു. മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം രാത്രിയോടെ മാട്ടൂലിലെ വീട്ടിലെത്തിച്ചു. മാട്ടൂൽ നോർത്ത് വേദാമ്പ്രം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. സഹോദരങ്ങൾ മിഷാൽ, മിൻഹ, മുഹീസ് റഹ്മാൻ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കത്തിലാണ്. ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുന്ന മഹോത്സവം വിജയിപ്പിക്കാനുള്ള കൂട്ടായ ശ്രമത്തിലാണ് നാട്ടുകാരും സംഘാടക സമിതിയും. ഭുവനി മാതാവ് ശ്രീ മുച്ചിലോട്ടമ്മയുടെ പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കത്തിലാണ് കോക്കാട് ഗ്രാമം. 15 വർഷങ്ങൾക്ക് ശേഷം വിരുന്നെത്തുന്ന പെരുങ്കളിയാട്ടത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ ഗ്രാമം. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങളിലേക്ക്. പതിനഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം വീണ്ടും പെരുങ്കളിയാട്ടം എത്തുമ്പോൾ നാടിന്റെ കൂട്ടായ്മയിലൂടെ ഒരു പൊതുചരിതം തീർക്കാൻ ഒരുങ്ങുകയാണ് കോക്കാട് ഗ്രാമനിവാസികൾ. ഉത്തരമലബാറിലെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രം 1999 പുനഃപ്രതിഷ്ഠ നടത്തിയത്. വളപട്ടണം മുച്ചിലോട്ടുകാവിൽ കളിയാട്ടം നടക്കുമ്പോൾ ദേവീ ദർശനം നടത്തി മടങ്ങിയ ദമ്പതിമാരോടൊപ്പമാണ് ദേവി ഇവിടെ എത്തിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രം നമുക്കറിയേണ്ടതുണ്ട്. അതേക്കുറിച്ച് സംഘാടകരിൽ ഒരാളായ പൈച്ചേടത്ത് കുഞ്ഞിക്കണ്ണൻ നമ്മോട് സംസാരിക്കുകയാണ്. എന്താണ് നമ്മുടെ കോക്കാട് മുച്ചിലോട്ട് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മറ്റു കാര്യങ്ങളൊക്കെ? കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ പുരാതന ക്ഷേത്രങ്ങളിൽ പെട്ട ഒന്നാണ്. അതിൽ പ്രത്യേകിച്ച് 17 നാട്ട് 18 സ്ഥാനം എന്നുള്ളൊരു പെരുമയുണ്ട്. അതിൽ കോക്കാട് കുഞ്ഞിമംഗലമാണ് വരുന്നത്. കോക്കാട്ട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് കുഞ്ഞിമംഗലം മുച്ചിലോട്ടേക്ക് ഭഗവതി എഴുന്നള്ളി എന്നാണ്. അതിന് ചില കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്.
അതിനു മുമ്പായിട്ട് ഭഗവതിയമ്മ വന്നത് വളവട്ടണം മുച്ചിലോട്ട് നിന്നാണ് കോക്കാട്ട് മുച്ചിലോട്ടേക്ക് വന്നത്. അതിന് ധൂമഹേതുവായി പറയുന്നത് ആടെ ഒരു കളിയാട്ടം നടക്കുന്ന സമയത്ത് അതിനു മുമ്പേ അവിടുന്ന് ഒരു അമ്മയെ, ഒരു അച്ചിയെ കോക്കാട് നാട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ആ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് അവരെ കുടുംബാംഗങ്ങൾ ആ സ്ഥലത്ത് നടക്കുന്ന കളിയാട്ടത്തിൽ പങ്കെടുക്കുവാന്നില്ല, കുടുംബസമേതം പങ്കെടുക്കുവാന്നില്ല ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് പങ്കെടുത്ത സമയത്ത് അവർ സാമ്പത്തികമായിട്ട് വളരെ ഒരു വിഷമതയുള്ളൊരു കുടുംബമായിരുന്നു അവരുടെ ഭർത്താവിനത്. അപ്പോൾ അങ്ങനെ കുടുംബക്കാരെല്ലാവരും കൂടെ ഒത്തുചേർന്ന സമയത്ത് അവരുടെ സഹോദരങ്ങളിൽ പെട്ടവർ കുടുംബക്കാരെല്ലാം വലിയ സമ്പന്നന്മാരായതുകൊണ്ട് ഇവരെ തീരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിൽ കളിയാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മനോവിഷമം ഉണ്ടാവുകയും ആ മനോവിഷമത്തിൽ അവരെ വീട്ടിൽ നിന്ന് പരിഭവിച്ചിട്ട് ഇറങ്ങുകയും അമ്മയോട് വിവരം പറഞ്ഞു ഞാൻ പോയെന്ന്, എൻ്റെ നാട്ടിലേക്ക് ഭർത്താവിനെയും കൂട്ടിയിട്ട് പോയെന്ന്. അവർ ഇറങ്ങുന്ന സമയത്ത് അമ്മയോട് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അമ്മ ഒരു ചെല്ലപ്പെട്ടി എടുത്തിട്ട് മോളെ ഏൽപ്പിച്ചു. ആ ചെല്ലപ്പെട്ടി എടുത്തിട്ട് ഏൽപ്പിച്ച് അവർ വന്നത് വളപട്ടണം മുച്ചിലോട്ട് കളിയാട്ടമധ്യയാണ്. അപ്പോൾ കളിയാട്ടത്തിൽ ആടുന്ന അമ്മേനെ തൊഴുതിട്ട് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം വീട്ടിൽ ചില നിമിത്തങ്ങൾ കാര്യങ്ങൾ കണ്ടതിന് ശേഷമാണ് അവർ ജ്യോതിഷം പക്കൽ അറിഞ്ഞു. അപ്പോൾ ജ്യോതിഷം പക്കൽ അറിഞ്ഞ സമയത്ത് അവരെ കൂടെ തന്നെ ഭഗവതിയമ്മ വന്നു എന്നാണ് ഐതിഹ്യം. മുച്ചിലോട്ട് ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂര് കാളി, പുലിയൂര് കണ്ണൻ, നരമ്പിൽ ഭഗവതി തുടങ്ങി വിവിധ തെയ്യക്കോലങ്ങൾ ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നുണ്ടെന്ന് ക്ഷേത്രം ആചാരക്കാർ പറയുന്നു. തെയ്യങ്ങളും ആചാരങ്ങളൊക്കെ എന്തൊക്കെയാണ്? അതായത് തമ്പുരാട്ടി കൊണ്ടുവന്നത് വളവട്ടം മുച്ചിലോടുന്ന് ഒന്നിച്ച് അച്ചി കൂട്ടിയിട്ട് മാവില തറവാട്ടിലേക്ക് വന്നു. ആ തറവാടിൽ നിന്ന് നേരെ ഒരു കുട വെച്ച് ആ ഇവിടെ വണ്ണാരപ്പള്ളിലേക്ക് എത്തി. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം. പിന്നെന്ന് പറഞ്ഞാൽ കൂമ്പക്കാടാണ് മുച്ചിലോട് അന്ന്. ഇന്ന് നാട് പരിഷ്കരിക്കുമ്പോൾ കോക്കാട് മുച്ചിലോടായിട്ട് കൊണ്ടു. അങ്ങനെ ഇങ്ങനെ തെയ്യക്കോലങ്ങൾ തമ്പുരാട്ടിയുടെ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുള്ളൂർ ആളി, പുള്ളൂർ കണ്ണൻ, നരമ്പൽ ഭഗവതി, വിഷ്ണുമൂർത്തി, ചാവന്തി, ഇങ്ങനെയാണ് തെയ്യക്കോലങ്ങൾ. 7 കോലങ്ങളാണ് വരുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന അടിയന്തരങ്ങൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? പ്രധാന അടിയന്തരം എന്ന് പറഞ്ഞാൽ വേദി വിളക്ക്, യോജന സ്ഥാനം, പിന്നെ സംക്രമം, ചൊവ്വാഴ്ച അടിയന്തരം, പൂരം ബുദ്ധരി, വലിയ സ്ഥാനം, ഇങ്ങനെയാണ് വരുന്നത്. പെരുങ്കളിയാട്ടം വിജയിപ്പിക്കാൻ കഴിഞ്ഞ 1 വർഷമായി കഠിനാധ്വാനത്തിലാണ് ഇവിടുത്തെ ബാല്യക്കാരും നാട്ടുകാരും. വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. 15 വർഷത്തിന് ശേഷം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം വിരുന്നെത്തുമ്പോൾ നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വിശേഷങ്ങൾ സംഘാടകരുമായി പങ്കുവെക്കാം. മാഷ് നമസ്കാരം. നമസ്കാരം. വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഞങ്ങൾ ഏകദേശം 24ഓളം സബ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ കമ്മിറ്റികളും, അതായത് വരച്ചുവെക്കൽ ഡിസംബർ 6-നാണ്. അതിന് മുന്നോടിയായി എല്ലാ കമ്മിറ്റികളുടെയും അവലോകന യോഗം വിളിച്ചു ചേർത്തു. പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. എല്ലാ കമ്മിറ്റികളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവരും ശ്രമദാനത്തിൽ പങ്കാളികളാവുന്നുണ്ട്. ആ രീതിയിൽ രൂപീകരിക്കപ്പെട്ട 24ഓളം സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏകദേശം 3000ഓളം ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണപ്പന്തൽ, അതിൻ്റെ ഒരുക്കം അവസാന ഘട്ടത്തിലാണ്. അതുപോലെ അടിയന്തര കമ്മിറ്റി സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അണിയറ, അതുപോലെ തന്നെ ക്ഷേത്ര മിനുക്ക് പണികൾ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി കളിയാട്ടത്തിനുള്ള കാത്തിരിപ്പാണ്. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരുന്നത് ദർശിക്കാനുള്ള കാത്തിരിപ്പ്. ഡിസംബർ 6-ന് വരച്ചുവെക്കൽ ചടങ്ങോടുകൂടി മുച്ചിലോട്ട് ഭഗവതിയുടെ
കോലധാരിയെ തിരഞ്ഞെടുക്കും. ഡിസംബർ 11 മുതൽ 14 വരെയാണ് പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. 14 ഉച്ചയോടുകൂടി മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വരും. കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം. കാട്ടുപന്നി ശല്യത്തോടൊപ്പം അപ്രതീക്ഷിതമായി എത്തിയ കാറ്റും മഴയും കാർഷിക വിളകൾക്ക് കനത്ത നാശം നേരിട്ട് മലയോര കർഷകർ. ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത്. ചെറുപുഴ പഞ്ചായത്തിൽ ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും കാർഷിക വിളകൾക്ക് വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. കൊല്ലാട കുണ്ടയങ്കോട്ടെ പാലേരി പത്മനാഭൻ കൃഷി ചെയ്ത 270 മൂട് കപ്പ മുഴുവനും കനത്ത മഴയിൽ നിലംപൊത്തി. വാണിജ്യാടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്ത മരച്ചീനി സാധാരണ ഒരു മൂടിൽ നിന്ന് 45 കിലോ വരെ വിളവെടുക്കാറുണ്ടെന്ന് പത്മനാഭൻ പറയുന്നു. കാട്ടുപന്നികളെത്തി ഇവയിൽ കുറെ കുത്തിമറിച്ചിട്ടു. ഇന്നലെ പുലർച്ചെയുണ്ടായ കനത്ത കാറ്റും മഴയും ബാക്കി കപ്പയും നശിപ്പിച്ചിട്ടുണ്ട്. 1 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുക്കാമായിരുന്ന കപ്പയാണ് നശിച്ചു പോയത്. കൂടാതെ 5 തെങ്ങിൻ തൈകളും കാട്ടുപന്നി നശിപ്പിച്ചു. പ്രകൃതിക്ഷോഭവും വന്യജീവി ആക്രമണവും മൂലം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് മലയോര കർഷകർ. ഇത്തരം സാഹചര്യത്തിൽ കർഷകർ നിർബന്ധമായും വിളകൾ ഇൻഷൂർ ചെയ്യണമെന്നാണ് കൃഷിയിടങ്ങൾ സന്ദർശിച്ച കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറയുന്നത്. വിള ഇൻഷൂർ ചെയ്യാത്തവർക്കും പ്രകൃതിക്ഷോഭം മൂലമാണ് നാശനഷ്ടമെങ്കിൽ ആശ്വാസമായി ആനുകൂല്യം കൊടുക്കാമെന്നും വന്യജീവി ആക്രമണം മൂലമുള്ള നഷ്ടപരിഹാരം വിള ഇൻഷൂർ ചെയ്തവർക്ക് മാത്രമേ നൽകാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. മഴയോടൊപ്പമുണ്ടായ ഇടിമിന്നലിൽ തിരുമേനി കോക്കടവിലെ പുത്തോത്ത് ജെയ്സന്റെ 5 തെങ്ങിനും 10 കമുകിനും നാശനഷ്ടമുണ്ടായി. ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു, കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പെരിങ്ങോം പോത്താങ്കണ്ടം ഗ്രാമത്തിലെ ആപ്തി നഗറിൽ നടന്നുവരുന്ന കന്നുകാലി പ്രദർശനോത്സവം വിവിധ പ്രദേശങ്ങളിലെ നാടൻ ഇനം പശുക്കളെ അടുത്തറിയാനും അവയുടെ പ്രാധാന്യം മനസ്സിലാക്കാനുമുള്ള വേദിയായി മാറി. അപൂർവ ഇനത്തിൽപ്പെട്ട ഈ പശുക്കളെ കാണാനും അറിയാനും നിരവധി പേരാണ് പോത്താങ്കണ്ടത്തെത്തുന്നത്. പോത്താങ്കണ്ടം ഗ്രാമത്തിലെ ആപ്തി നഗറിൽ ഒരു കന്നുകാലി പ്രദർശനം നടക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഇവിടെ എത്തി കന്നുകാലികളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും ഒക്കെയായി ഈ പ്രദർശനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. ഇതിൽ പശുക്കൾ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നും കാനഡയിൽ നിന്നെത്തിയ ആട് ഉൾപ്പെടെ പ്രാവുകളും മത്സ്യങ്ങളും കോഴികളും ഒക്കെയായി കണ്ണിന് വിരുന്നൊരുക്കുന്ന ഒരു പ്രദർശനം തന്നെയാണ് ഇവിടെയുള്ളത്. കാസർഗോഡൻ ഡ്വാർഫ് മുതൽ വെച്ചൂർ പശുവും കപിലയും ഗിർ പശുവും സാഹിവാളും രാത്തിയും കങ്കയവും പിന്നെ കാങ്കറജും ഓങ്കോളും പൂങ്ങല്ലൂരും എന്നുവേണ്ട ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള നാടനിനം പശുക്കൾ പെരിങ്ങോം പോത്താങ്കണ്ടം ആപ്തി നഗറിലെ കന്നുകാലി പ്രദർശനോത്സവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആരും നിരാശരാകേണ്ടി വരുന്നില്ല. രൂപത്തിലും വലുപ്പത്തിലും നിറത്തിലുമെല്ലാം വ്യത്യസ്തരായ പശുക്കൾ, മുർറ, ജാഫ്രാബാദി തുടങ്ങിയ എരുമകളെയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപൂർവ ഇനത്തിൽപ്പെട്ട പശുക്കളെ കാണാനും അറിയാനുമായി നിരവധി പേരാണ് പോത്താങ്കണ്ടത്തിലെത്തുന്നത്. ഡിസംബർ 1 മുതൽ ആരംഭിച്ച പ്രദർശനം ഡിസംബർ 4 സമാപിക്കും. ആപ്തി ഫാം തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഇവിടെ ഇപ്പോൾ 4ാമത്തെ പ്രദർശനമാണ് നടത്തുന്നത്. ഇവിടെ ഇന്ത്യയിലെ പല നാടുകളിലെ സംസ്ഥാനങ്ങളിലെ പശുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 18-19 ഇന്ത്യൻ ബ്രീഡുകൾ ഇവിടെ പ്രദർശനത്തിനുണ്ട്. അല്ലാതെ കനേഡിയൻ പിഗ്മി ആടുകൾ, പൂങ്ങന്നൂർ പശു, പിന്നെ മുറ, എരുമ. ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം സ്വാമിജി പറയുന്നത് ഇത് നാടൻ പശുക്കളെ സംരക്ഷിക്കാനും അതുപോലെ പിന്നെ ഇതിനെ കൂടുതൽ നാടൻ പശുക്കളെ വളർത്താൻ ജനങ്ങൾക്ക് ഒരു ബോധം നൽകാൻ വേണ്ടിയിട്ടുള്ള സ്വാമിജി കൃത്യമായി ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാർ കണ്ടുപരിചയപ്പെടാത്ത ഒട്ടകപ്പക്ഷിയും യമുവും വിവിധ ഇനം പ്രാവുകളും കാനഡയിൽ നിന്നും എത്തിയ ആടും വിവിധ ഇനം കോഴികളും ഒക്കെയായി സമ്പന്നമാണ് പ്രദർശനം. കേവലം പ്രദർശനത്തിനായി കൊണ്ടുവന്നതല്ല ഇവയെയൊന്നും. ഇവയൊക്കെയും പോത്താങ്കണ്ടത്തെ ആപ്തി ഫാമിൽ തന്നെ വർഷങ്ങളായി പരിപാലിക്കപ്പെടുന്നവയാണ്. പ്രദർശനത്തിന് ഭംഗി കൂട്ടുവാനായി പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പൽചക്രങ്ങളും കാളവണ്ടിയുടെ മാതൃകയും തോണിയുമൊക്കെ ഒരുക്കിയിട്ടുമുണ്ട്.
ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ ഇനത്തിൽപ്പെട്ട പശുക്കളും എരുമകളും പോത്തുകളും ഒക്കെയാണ് ഇവിടെ പ്രദർശനത്തിനുള്ളത്. ആപ്തി നഗറിലെ ഈ ഫാമിൽ വർഷങ്ങളായി പരിപാലിച്ചു വരുന്നതാണ് ഈ ഗോക്കളെയെല്ലാം. ഗോക്കളെ മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ എരുമയെയും പോത്തിനെയും മറ്റ് ജീവികളെയും ഒക്കെ അത് ഏറ്റവും അടുത്ത് കാണുവാനും അവയെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുവാനും പൊതുജനങ്ങൾക്ക് അവസരം ലഭിക്കുക തന്നെയാണ് ഇത്തരമൊരു പ്രദർശനത്തിലൂടെ. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരള BRC മാടായിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദീപം തെളിയിച്ചു. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഹേമ അധ്യക്ഷയായി. ചുരുങ്ങിയ വാക്യം, നല്ല മഴയാണ്, ഇന്ന് കളക്ടർ ലീവ് വന്നിട്ടില്ല അല്ലേ? ഇന്നലെ കളക്ടറുടെ പേജിൽ മുഴുവൻ അല്ലേ ഒരു ലീവ് തരൂ ഇവിടെ എത്ര ആളിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ മഴ കുറവായതുകൊണ്ടായിരിക്കും കളക്ടർ ഇന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഭയങ്കര മഴയായി അല്ലേ? ചെറിയ പ്രതീക്ഷ നാളത്തേക്ക് ഉണ്ടല്ലേ? ചെറിയ പ്രതീക്ഷ. ഏതായാലും നല്ല മഴയാണ്, ശക്തമായ മഴയാണ്. നിങ്ങളാകെ അതിൻ്റെ ഒരു കണ്ണൂർ SSK DPC സബിത് PK പദ്ധതി വിശദീകരണം നടത്തി. കണ്ണൂർ SSK DPC ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ, മാടായി BRC ട്രെയിനർമാരായ രഞ്ജിത്ത് K, സതീശൻ AV, ജീവൻ ആനന്ദ്, മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ ലക്ഷ്മണൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ സലാം, മുൻ HM ഫോറം കൺവീനർ ഗണേശൻ, IPA ജില്ലാ സെക്രട്ടറി പ്രജിത് പരിയാരം, വിദ്യ K എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി ചെസ് ടൂർണമെന്റ്, ഷട്ടിൽ ടൂർണമെന്റ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, മാതൃസംഗമം എന്നിവയും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ഉദയാസ്തമന അടിയന്തരം വിവിധ ചടങ്ങുകളോടെ നടന്നു. ക്ഷേത്രപ്രസാദമായ അപ്പമുണ്ടാക്കാനായി ഉദയത്തിന് കാര വെച്ച് അസ്തമയത്തിന് കാര വാങ്ങലാണ് പ്രധാന ചടങ്ങ്. വൃശ്ചികം 17-നും 18-നുമാണ് പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ടെ ഉദയാസ്തമന അടിയന്തിരം. മറ്റു മുച്ചിലോടുകളിൽ നിന്നും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രത്തിൽ വൃശ്ചികം 9-ന് വാഴക്കുല കൊത്തൽ ചടങ്ങോടുകൂടി ആചാരസ്ഥാനികരുടെ വ്രതം ആരംഭിക്കും. ഉദയാസ്തമനം കളിയാട്ടത്തിന്റെ പ്രാധാന്യത്തോടുകൂടിയാണ് ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ഉദയാസ്തമനം എന്ന് പറഞ്ഞാൽ നമ്മളെ പണ്ടുകൊണ്ട് പറയുന്നത് കളിയാട്ടത്തിൻ്റെ പാതി എന്നാണ് നമ്മളെ ഈ ചടങ്ങ്. ഇന്നത്തെ ചടങ്ങ് പറഞ്ഞാൽ ഈ ബാല്യക്കാർ തലേന്ന് വ്രതം എടുത്തു, രാത്രി അവർ കലശം കുളിച്ച് വന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഇന്ന് രാവിലെ ചായ കുടിക്കും. ആ ചായ കുടിച്ച് അവർ അപ്പോൾ നമ്പൂതിരിയുടെ വന്ന് പുണ്യാകം കുളിച്ച് പിന്നെ അവരെ ആ നിർമ്മാല്യത്തിൻ്റെ ആ ഭാഗമെല്ലാം പിന്നെ അവർക്ക് ഈ ചടങ്ങിൽ നിർമ്മാല്യം ആയതിൻ്റെ ശേഷം ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് നിർമ്മാല്യം കൊടുത്ത് ഇവിടുന്ന് കുറി വാങ്ങിച്ച് നിർമ്മാല്യം വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കൊടുക്കും. വൃശ്ചികം 16 മുതൽ മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ബാല്യക്കാർ വ്രതം ആരംഭിക്കും. വൃശ്ചികം 17-ന് പുലർച്ചെ അപ്പമുണ്ടാക്കുന്നതിനുള്ള കാര വെച്ച് അസ്തമയത്തിന് ആ കാര വാങ്ങലാണ് ഉദയാസ്തമനം. ബാല്യക്കാർ തലേ ദിവസം വ്രതം ഇരുന്ന് ഇന്ന് രാവിലെ പിന്നെ ഉദയത്തിന് മുന്നേ കാര വെച്ച് കലശം കുളിച്ച് ഉദയത്തിന് മുന്നേ കാര വെച്ച് അസ്തമനത്തിന് കാര വാങ്ങുന്നൊരു ചടങ്ങാണിത്. ഏകദേശം നമ്മളിവിടെ വരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ഈ നിർമ്മാല്യം കൊടുക്കും. അതുപോലെ പിന്നെ വൈകുന്നേരം ഒരു 10 മണിക്ക് അരങ്ങിലടിയന്തരം ഉണ്ടാവും. കോയ്മമാർ, ആചാരസ്ഥാനികർ, വാല്യക്കാർ, കുടുംബാംഗങ്ങൾ എന്നിവർക്ക് നിർമ്മാല്യം നൽകലും പ്രധാന ചടങ്ങാണ്. രാത്രിയിൽ അരങ്ങിലടിയന്തിരവും നടക്കും. ഭക്തിയുടെ നിറവിൽ പൂന്തുരുത്തി മുച്ചിലോട്ടിൽ ഉദയാസ്തമന അടിയന്തിരം നടക്കുകയാണ്. തലേ ദിവസം മുതൽ തന്നെ ബാല്യക്കാരൊക്കെ നോറ്റിരുന്നതിന് ശേഷമാണ് ഉദയാസ്തമന ഈ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുക. രാവിലെ ഉദയത്തിന് കാര വെച്ച് കഴിഞ്ഞാൽ അപ്പം ചുടാൻ തുടങ്ങി കഴിഞ്ഞാൽ അസ്തമയത്തിന് മാത്രമേ ആ കാര മാറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ തലേ ദിവസം മുതൽ തന്നെ മാംസ്യാദികളൊക്കെ ഉപേക്ഷിച്ച ബാല്യക്കാർ തികഞ്ഞ ഈ ഒരു അർപ്പണ ബോധത്തോടു കൂടിയാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. വൃശ്ചികം 9-ന് വാഴക്കുല കുത്തുന്നതിലൂടെ തന്നെ ഇവിടുത്തെ അച്ഛന്മാരൊക്കെയും വ്രതത്തിലാണ്. അത്തരത്തിൽ മറ്റ് മുച്ചിലോടുകളിൽ കാണാത്ത ഒട്ടേറെ വ്യത്യസ്തമായ ചടങ്ങുകളോടെ കളിയാട്ടത്തിൻ്റെ ഒരു പാതിയായി തന്നെയാണ് ഉദയാസ്തമന അടിയന്തിരം കൊണ്ടാടപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.
പയ്യന്നൂർ മുൻ നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ബേബിയുടെ 14ാം ചരമവാർഷിക ദിനം പയ്യന്നൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മുൻ കണ്ണൂർ മേയർ സുമാ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റായി ഞാൻ ചാർജ് എടുത്തപ്പോൾ പയ്യന്നൂരിലെ നേതാക്കന്മാർ ശ്രീ നാരായണൻകുടിച്ചേട്ടൻ അടക്കമുള്ള എ പി നാരായണേട്ടൻ അടക്കമുള്ളവരുടെ എല്ലാം നല്ല പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തെ അതുപോലെ പയ്യന്നൂർ ബ്ലോക്കിനെ അവരെനിക്ക് മുൻപിൽ വരച്ച് കാട്ടിക്കും. അവിടെ മഹിളാ കോൺഗ്രസിനെ സംഘടിപ്പിക്കണം, നല്ലൊരു ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നതല്ലേ, എൻ്റെ മുന്നിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം തന്നത് ശ്രീമതി അത്തായി പത്മിനിയാണ്. പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റായി അത്തായി പത്മിനി ചാർജ് എടുത്ത് അതോടൊപ്പമുള്ള ഇവിടുത്തെ മഹിളാ സഹോദരിമാരായ നേതാക്കന്മാർ ഒപ്പം നിന്ന് ഇവിടുന്ന് ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസിൻ്റെ കമ്മിറ്റി രൂപീകരിച്ച് സ്ത്രീകൾ രംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. അതിനുശേഷമാണ് പ്രിയപ്പെട്ട ബേബിയും പൂമണിയും ഒക്കെ ഇവരെല്ലാവരും പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അനുസ്മരണ ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി വി പ്രിയ അധ്യക്ഷത വഹിച്ചു. എം നാരായണൻകുട്ടി, എ പി നാരായണൻ, കെ ജയരാജ്, പി യു രാജൻ, പി ലളിത ടീച്ചർ, വി സി നാരായണൻ, പി രമേശൻ, അത്തായി പത്മിനി, ഇ പി ശ്യാമള, പിലാക്കൽ അശോകൻ, സി പൂമണി, എം വി വത്സല, അഡ്വക്കേറ്റ് ഷീജ, രജനി രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നെറ്റിപ്പട്ടം നിർമ്മാണത്തിലൂടെ സ്വയം തൊഴിൽ കണ്ടെത്തുകയാണ് ഒരു കൂട്ടം ഭിന്നശേഷിക്കാരായ കൂട്ടുകാർ. പിലാത്തറയിലെ ഇൻസ്പയറും റൂട്ട് സെറ്റും ചേർന്നാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. നമ്മുടെ തനത് സംസ്കാരവും പ്രൗഢിയും വിളിച്ചോതുന്ന മനോഹരമായ നെറ്റിപ്പട്ടം നിർമ്മിക്കുകയാണ് ഇവർ. പരമ്പരാഗതമായി തന്നെയാണ് ഇവയുടെ നിർമ്മാണവും നടത്തുന്നത്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പിലാത്തറയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇൻസ്പയർ. ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാൻ വിവിധ പരിശീലനവും തൊഴിലും അഭ്യസിപ്പിക്കുന്ന സ്ഥാപനം പരമ്പരാഗത നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പരിശീലനം നൽകി വരികയാണ്. റൂട്ട് സെറ്റുമായി സഹകരിച്ചാണ് പരിശീലനം നടത്തുന്നത്. ഗായത്രി ദേവിയാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. റൂട്ട് സിറ്റിയിൽ 59 കോഴ്സുകളാണ് സൗജന്യമായിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓഫ് ക്യാമ്പസ് ആയിട്ടല്ല, ഇൻ ക്യാമ്പസ് തന്നെ നമുക്ക് താമസവും ഭക്ഷണവും ട്രെയിനിങ്ങും മെറ്റീരിയൽസും എല്ലാം സൗജന്യമായിട്ട് തന്നിട്ടുള്ള ട്രെയിനിങ്സാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് EDP പ്രോഗ്രാമായിട്ട് നടക്കുവാണ് ഈ നെറ്റിപ്പട്ട നിർമ്മാണ പരിശീലനം. നെറ്റിപ്പട്ടത്തോടൊപ്പം വിവിധ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണവും ഇവിടെ പരിശീലനം നൽകി വരുന്നു. ഇൻസ്പയറിൻ്റെ 5ാം വാർഷികത്തിൻ്റെ ഭാഗമായി 51 ബെനിഫിഷ്യറീസ് 51 ഡേയ്സ് 51 ദിവസം കൊണ്ട് 51 പേരെ ഭിന്നശേഷിക്കാരെ സ്വയം തൊഴിലിലൂടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഇൻസ്പയർ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഇത് റൂട്ട് സെറ്റുമായി സഹകരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു റൂട്ട് സെറ്റിൻ്റെ ആദ്യത്തെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആദ്യത്തെ പുറത്ത് ചെയ്യുന്നൊരു ട്രെയിനിങ് പ്രോഗ്രാം കൂടിയാണ് ഇത്. പരിശീലനം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇവർ പറയുന്നു. അടിപൊളി എന്നാണ്, ഇഷ്ടപ്പെട്ട് നല്ല വൃത്തി മാം പറഞ്ഞു തന്ന മാതിരി ഞാൻ ചെയ്തു. ഇങ്ങനെ വെച്ച് 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 എന്നിട്ട് പിന്നെ ഓരോന്ന് പേര് പറഞ്ഞു. ഏറെ മനോഹരമാണ്. അഭിരാമും ശ്രീരാഗും എല്ലാം ചേർന്ന് നിർമ്മിച്ച ഈ നെറ്റിപ്പട്ടവും
കഥകളിയും മറ്റു രൂപങ്ങളുമെല്ലാം. ഇവരെ ചേർത്ത് പിടിക്കുകയാണ് റുഡ്സെറ്റും അതുപോലെ ഇൻസ്പയർ പിലാത്രയും. നെറ്റ്വർക്കിന് വേണ്ടി പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവ്. 4.5 പതിറ്റാണ്ട് മുമ്പ് 10ാം തരത്തിൽ ഒരുമിച്ച് പഠിച്ച സതീർത്ഥ്യരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കൂട്ടായ്മയുടെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചെറുവത്തൂർ കടങ്കോട് സ്കൂളിലെ 1979 വർഷത്തെ 10ാം തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മഷിപ്പച്ചയുടെ വാർഷികം രക്ഷാധികാരി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ തിരുവാതിര കളിയും വിവിധ മേഖലകളിൽ നേട്ടം കൊയ്തവർക്ക് ആദരവും സ്കൂൾ കായികമേളയിലെ സംസ്ഥാന ജേതാക്കൾക്ക് അനുമോദനവും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു. ചെറുവത്തൂർ തേജസ്വിനി റെസിഡൻസിയിൽ നടന്ന 10ാം വാർഷികാഘോഷ പരിപാടി രക്ഷാധികാരി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതേപോലെ മാറി നിൽക്കുന്ന ഒരുപാട് സഹപാഠികളുണ്ട്. അവരെയും കൂടി ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് നമ്മൾ നശിപ്പിച്ച ഈ കൂട്ടായ്മ ഇനിയും വളരെ ഇതിൽ കൂടുതൽ ഉഷാറാക്കിക്കൊണ്ട് നടത്താനുള്ള എല്ലാ സാഹചര്യവും ചുറ്റുപാടുകൾ ഉണ്ടാക്കി തരണം. മഷിപ്പച്ച പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. പി മുഹമ്മദ് ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി കെ.വി. ഇന്ദിര, ട്രഷറർ കെ. ശ്യാമള, ശ്രീലത, എ.വി. മുരളീധരൻ, എം.ബി. ജയരാജ്, രാഘവൻ വയലിൽ, എം.കെ. ബാബുരാജ്, ശ്രീലത, പി പീതാംബരൻ, രാമകൃഷ്ണൻ വെങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. സംഗീത സംവിധായിക സിന്ധു കൊടക്കാട് കായികമേളകളിൽ സംസ്ഥാനതല നേട്ടം കൊയ്ത ടി സോന മോഹനൻ, ഹെലിൻ എലിസബത്ത്, ജുവൽ മുകേഷ്, പാർവണ ജിതേഷ് എന്നിവർക്ക് അനുമോദനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. രാമപുരം മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ രഥോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റൽ ചടങ്ങും സരസ്വതി മണ്ഡപം സമർപ്പണവും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തിലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുരാണപ്രസിദ്ധമായ രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിയേറ്റ രഥോത്സവം 7 നാളുകളിലായി നടക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുമാരത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സരസ്വതി മണ്ഡപ സമർപ്പണവും ക്ഷേത്രത്തിൽ നടന്നു. പല്ലവി രതീഷ് ആദ്യ കീർത്തനം സരസ്വതി മണ്ഡപത്തിൽ വച്ച് ആലപിച്ചു. ചെറുതാഴം ശങ്കരനാചാരി, ശില്പി സനേജ് കീച്ചേരി എന്നിവരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു. എം നാരായണൻ നമ്പ്യാർ, SP പത്മനാഭൻ, ബൈജു പി, സുരേഷ് ബാബു MV, പി മുരളീധരൻ, KVN ബൈജു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കേരഗ്രാമം ഉദ്ഘാടനം കണ്ടംകുളങ്ങര VR നായനാർ സ്മാരക വായനശാലയിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കാർഷിക ചർച്ചാ ക്ലാസ് നടത്തി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സമഗ്ര നാളികേര വികസന പദ്ധതിയായ കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാലയിൽ നടന്ന ചടങ്ങിൽ M വിജിൻ MLA കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ മിഞ്ഞാന്നാണ് അതിന്റെ ഓർഡർ വന്നത്. ചെറുതാഴം പഞ്ചായത്തിലെ ക്ഷീരഗ്രാമം പദ്ധതിയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കേരഗ്രാമം പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ആ 25 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ ഇത് പല ഘട്ടങ്ങളായിട്ടാണ്. അതിൻ്റെ ഇവിടെ ഒരു പ്രത്യേകമായ ഗ്രൂപ്പ്, കർഷകർ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് ആ സമിതിയുടെ നേതൃത്വത്തിൽ, ആ മേൽനോട്ടത്തിലാണ് ഇതിൻ്റെ പദ്ധതികളെല്ലാം നിർവഹിക്കുന്നത്. രോഗം ബാധിച്ച തെങ്ങ് മുറിച്ചു മാറ്റി പുതിയ തെങ്ങുൾപ്പെടെ കേരള കർഷകർക്ക് വലിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വിവിധങ്ങളായ പദ്ധതികൾ
വളപ്രയോഗമുണ്ട്. അതോടൊപ്പം തന്നെ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വളപ്രയോഗങ്ങളുണ്ട്, രാസവളപ്രയോഗങ്ങളുണ്ട്. അതെല്ലാം ഇതിന്റെ ഉൾച്ചേർന്ന പദ്ധതിയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അമിത സിസ്റ്റിൽ സ്വാഗതം ആശംസിച്ചു. ഡ്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവള വിതരണോദ്ഘാടനം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം.എൻ. പ്രദീപൻ നിർവഹിച്ചു. വൈപ്പി കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ സീമ സഹദേവൻ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുണ്ടയാട്ട് ശശീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീന കെ.പി., വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ബേബി കെ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കെ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. കരുണാകരൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദീപു എം, വാർഡ് മെമ്പർ കല്യാണി ടി കെ, പയ്യന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാഖി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് തെങ്ങിൻ തോപ്പുകൾ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ കാർഷിക ചർച്ചാ ക്ലാസ് നടത്തി. പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സജീഷ് പി കെ ക്ലാസ് നയിച്ചു. കുഞ്ഞിമംഗലം കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ബിന്ദു ടി വി നന്ദി പ്രകാശിപ്പിച്ചു. 25 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് കേരഗ്രാമം പദ്ധതിയിലൂടെ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. ശാസ്ത്രീയമായ നാളികേര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനവും വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി 3 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഏഴിലോട് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനാചരണവും വായനായനം പരിപാടിയുടെ 4ാം ഘട്ട ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ഏഴിലോട് AKG സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനാചരണവും വായനായനം പരിപാടിയുടെ 4ാം ഘട്ട ഉദ്ഘാടനവും നടന്നു. കാരാട്ട് പി. രാജാമണിയുടെ വീട്ടുമുറ്റത്ത് നടന്ന പരിപാടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വായനായനം എന്ന് പറയുമ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ എല്ലാ വായനശാലകളുടെ നേതൃത്വത്തിലും വീട്ടുമുറ്റത്തും ഗ്രാമീണ മേഖലകളിലും ഇത്തരത്തിലുള്ള വായനായനം പരിപാടി സംഘടിപ്പിക്കുകയാണ്. വായന എന്ന് പറയുന്നത് അന്യം നിന്ന് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചരിത്ര കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കണം എന്ന് ഗ്രന്ഥശാല സംഘം തീരുമാനിച്ചിട്ടുള്ളത്. പപ്പൻ കുഞ്ഞിമംഗലം അധ്യക്ഷത വഹിച്ചു. വിജി, അനിഷ, ലത, സീത, പങ്കജം എന്നിവരെയും പവർ ലിഫ്റ്റിംഗ് നാഷണൽ മത്സരത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ലതികയെയും ആദരിച്ചു. കെ. രമേശൻ, എം. രവീന്ദ്രൻ, അജിത് പാട്യം, സുനിൽകുമാർ, പുരുഷോത്തമൻ, ഉണ്ണി, സെറീന, MP ചന്ദ്രൻ, സഹദേവൻ, കുഞ്ഞപ്പൻ തൃക്കരിപ്പൂർ, PV ചന്ദ്രൻ, കെ. മുരളി, പുഷ്പജൻ എന്നിവർ സംസാരിച്ചു. രജനി ദേവൻ KR മീരയുടെ ആവേ മരിയയും കുഞ്ഞിരാമൻ പള്ളിക്കുളത്തിൽ എന്റെ കുഞ്ഞാറ്റയ്ക്ക് എന്ന കഥയും അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കല്യാശ്ശേരി നിയോജക മണ്ഡലം ഔഷധഗ്രാമം പരിശീലന പരിപാടി താവം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരിൽ ഒരാളുണ്ട്, മറ്റത്തൂരിൽ പ്രസാദ്, ഇതിന്റെ എക്സ്പേർട്ടാണ് ശ്രീ പ്രസാദ്. അദ്ദേഹത്തെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. അവര് കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് ആ ഫീൽഡിലേക്ക് പോവാം. അങ്ങനെയാണ് ഞാനിവിടെ നിന്ന് നേരെ ഇദ്ദേഹത്തെ ഡോക്ടർ ശ്രീ ഹൃത്തിക്കിനെ അദ്ദേഹത്തെ കൂട്ടി ഞാൻ ശ്രീ പ്രശാന്തുമായിട്ട് ആദ്യം കാണുന്നു. നമ്മൾ ആദ്യം കാണുന്നത് തന്നെ ഒരു കുറുന്തോട്ടി ഫീൽഡിൽ വെച്ചാണ്. നമ്മൾ കൂട്ടിമുട്ടി നമ്മൾ ആദ്യം വർത്തമാനം പറയുന്നു. അപ്പോൾ ആദ്യത്തെ വർത്തമാനത്തിൽ പോയപ്പോൾ അവിടുത്തെ കർഷകർ ഇവരെ മേഖലയ്ക്ക് ചാടിക്കുകയാണ്. കെ. പത്മിനി അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ B. സുഷ, ഡോക്ടർ TK ഹൃതിക്, വിഷ്ണു S. നായർ, സുനിൽകുമാർ K, പ്രശാന്ത് KP, നിഷ ജോസ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള കാർഷിക സർവകലാശാല പിലിക്കോട് പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവലിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്ത്യയൊട്ടുക്ക് മാതൃകയാവുന്ന തരത്തിൽ പിലിക്കോട് ഗവേഷണ കേന്ദ്രത്തിലെ ഫാം കാർണിവൽ ഇതിനകം ശ്രദ്ധയാകർഷിച്ച പശ്ചാത്തലത്തിലാണ് 2025 ജനുവരി 1 മുതൽ 20 വരെ 3 ആഴ്ച നീളുന്ന ഫാം മേള സംഘടിപ്പിക്കുന്നത്.
ഗവേഷണ കേന്ദ്രത്തിനകത്ത് ഫാം വാക്കിന് പുറമെ വിജ്ഞാനത്തിനും വിപണനത്തിനും വിനോദങ്ങൾക്കുമായുള്ള സൗകര്യങ്ങൾ കോർത്തിണക്കിയാണ് ഫാം കാർണിവൽ സംഘടിപ്പിക്കുന്നത്. പുഷ്പഫല സസ്യങ്ങളുടെ പ്രദർശന വിപണന കേന്ദ്രം, കൃഷിക്കുതകുന്ന സാങ്കേതിക സൗകര്യങ്ങൾ, അടുക്കളത്തോട്ടം, ഔഷധ സസ്യത്തോട്ടം, ചെറുധാന്യത്തോട്ടം, 35 പരം മാവിന പ്രദർശനം, കാർഷിക സർവകലാശാല സ്റ്റാൾ, സർക്കാർ സ്വകാര്യ പവലിയനുകൾ എന്നിവയ്ക്കൊപ്പം വിനോദത്തിനായി അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പട്ടേൽ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെങ്കിലും അതിൻ്റെ ഒരു സംവിധാനം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. കാർഷിക മേഖലയോട് പഴയ കാലങ്ങളിൽ വ്യത്യസ്തമായി യൂത്ത് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ തലമുറക്ക് കൂടുതൽ ആഭിമുഖ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ യുവതലമുറയും നമ്മുടെ ഈ സംരംഭവുമായി സഹകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊന്ന് സ്ത്രീ ശാക്തീകരണം നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത് കുടുംബശ്രീ മിഷൻ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ നിർണായകമായ പങ്കാളിത്തം. അപ്പോൾ കുടുംബശ്രീ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി അധ്യക്ഷത വഹിച്ചു. ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ T വനജ, പഞ്ചായത്ത് അംഗം P അജിത, സർവകലാശാല ജനറൽ കൗൺസിൽ അംഗം ഡോക്ടർ P നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ വിയോഗത്തിൽ തേങ്ങി മാട്ടൂൽ ഗ്രാമവാസികൾ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ MBBS 1ാം വർഷ വിദ്യാർത്ഥിയാണ് അപകടത്തിൽ മരണപ്പെട്ട മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ. ചെറുതാഴം കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കത്തിൽ. ഡിസംബർ 11 മുതൽ 14 വരെ നടക്കുന്ന മഹോത്സവം വിജയിപ്പിക്കാനുള്ള കൂട്ടായ ശ്രമത്തിലാണ് നാട്ടുകാരും സംഘാടക സമിതിയും. കാട്ടുപന്നി ശല്യത്തോടൊപ്പം അപ്രതീക്ഷിതമായി എത്തിയ കാറ്റും മഴയും. കാർഷിക വിളകൾക്ക് കനത്ത നാശം നേരിട്ട് മലയോര കർഷകർ. ചെറുപുഴ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് സമഗ്ര ശിക്ഷ കേരള BRC മാടായിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.